പുതിയ മെമ്പേഴ്സ് വരുന്നു, നമ്മുടെ ഫാമിലി ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും നമ്മൾ ഈ വീട് വെച്ചത് എന്നാന്നറിയോ? 3 വർഷമായി നമ്മൾ ഈ വീട് വെച്ചിട്ടല്ലേ. ഈ വീട്ടിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അംഗങ്ങൾക്കൊപ്പം കൗണ്ടേഴ്സ് ഇങ്ങനെ വാരി പെതറിക്കൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് എത്ര കൗണ്ടേഴ്സ് ഓൾ ടോട്ടലി വേദിയിൽ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എണ്ണാൻ പറ്റുമോ? ഏകദേശം 1 ലക്ഷത്തിന്റെ മുകളിൽ. ഒരു കണക്ക് ഞാൻ പറയാം, ഒരു 100 കൗണ്ടറുള്ള ഒരു പുസ്തകം എനിക്ക് തന്നായിരുന്നു. അതിൽ ചില കൗണ്ടറുകൾ മുകളിൽ കിടപ്പുണ്ട്, ചിലത് നമ്മള് ചേച്ചിമാരോട് അടിച്ചുവാരി തരാൻ പറഞ്ഞു. ഒരു രജിസ്റ്ററിംഗ് അവിടെ കിടപ്പുണ്ട്. എന്തായാലും കോടി കൗണ്ടേഴ്സ് കഴിഞ്ഞ 3 വർഷമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിന് മേലെ കൗണ്ടേഴ്സ് ഒരു ഷോയില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. ശരിക്കും എത്ര കൗണ്ടേഴ്സ് ഒരു എപ്പിസോഡിൽ തന്നെ വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് എണ്ണാൻ പോലും പറ്റില്ല എന്ന് വേണം പറയാൻ. അതാണ് നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ, നമ്മുടെ ഠമാർ പടാറിന്റെ പ്രത്യേകത. ഇനി കൗണ്ടർ അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്ത് പറ്റി? അതിന്റെ മേളിൽ കുറെ ആലിപ്പഴം വീണ്. നമ്മളെ ഈ കൗണ്ടർ അടിച്ച കാര്യങ്ങൾ പറയുമ്പോഴാണ് എല്ലാവരും നമ്മുടെ സ്റ്റാർ മാജിക്കിൽ ശരിക്കും കൗണ്ടർ രാജാക്കന്മാരെന്നാണ് നമ്മുടെ ചേട്ടന്മാരെ കൂടുതൽ വിശേഷിപ്പിക്കാറില്ല. കാരണം ഇവരുടെ എല്ലാവരുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിറ്റി ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആർക്കും. സോ ഒരു കാര്യം ചെയ്യാം, ശരിക്കും ഈ കൗണ്ടേഴ്സ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഷോനെ ഇത്രയധികം വിജയിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും ഓരോ കൗണ്ടർ പറഞ്ഞ് നമുക്ക് ആരംഭിക്കാം. ഒരു കാര്യം ചെയ്യാം, ഏറ്റവും അവസാനം അല്ല ലക്ഷ്മി നക്ഷത്രയ്ക്കൊന്നും പറയാനില്ലേ, ചോദ്യം ചോദിച്ചിട്ട് അങ്ങനെ ഇപ്പൊ പറയാണ്ടിരിക്കണ്ട എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ തന്നെ ഈ വലിയൊരു കൗണ്ടർ ഞാൻ പറയാൻ പോവാണ്. ഓക്കെ ഓക്കെ, എല്ലാരും ചിരിക്കാൻ റെഡി ആയിട്ടിരിക്കണം. ഇനി എന്നോട് ചോദിക്കരുത്, ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ കൗണ്ടർ അടിക്കാൻ പോകുന്നത് ഞാനാണ്. ആൻഡ് എന്റെ കൗണ്ടർ തമിഴ്നാട്ടിലെ കൗണ്ടർ. അയ്യോ തുൾക്കയാണേ. ആ ആലിപ്പഴം കൊണ്ടുപോകുന്ന ലോറി പോവല്ലേ, ഒരു കൗണ്ടർ കൂടെ കൊണ്ടുപോകണ്ട്. കേറ്റിക്കൊണ്ട് പോണേ. ആദ്യ തമിഴ്നാട്ടിലെ കൗണ്ടറിനെ നമുക്ക് എല്ലാം കൂടെ വണ്ടി കയറ്റിട്ട് എപ്പോഴും എനിക്കൊരു കൂട്ടിനുണ്ടാവാണ്. ആ കൗണ്ടർ അടിയിലിട്ടേക്കണം, ആലിപ്പഴത്തിന്റെ അടിയിൽ, അല്ലെങ്കിൽ ഇറങ്ങി പോകാം. എന്റെ ക്രിയേറ്റിവിറ്റി നിങ്ങൾ ഇങ്ങനെ കളിയാക്കരുത് കേട്ടോ. സൂപ്പർ കൗണ്ടർ, സൂപ്പർ കൗണ്ടർ. പറ്റില്ല നെൽസൺ ചേട്ടൻ, ഞാൻ കളിച്ചു കഴിഞ്ഞു. നെൽസൺ ചേട്ടൻ ബാങ്കിന്റെ ക്യാഷ് കൗണ്ടർ മതിയാ? അല്ല പിന്നെ നമ്മളെന്താ പറയുന്നത്? ഇനി ലോൺ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം. മിക്കവാറും ഇവിടെ ഉള്ളവരെ കൊണ്ട് പറ്റാത്ത മണിയുടെ നാളിനെ വിളിക്കാൻ വണ്ടി കയറ്റാൻ. അടുത്തത് ഞാൻ ഒരു കൗണ്ടർ പറയാം. അതായത് ഒരാള് വീടിന്റെ നടയിൽ വന്നിട്ട് ചോദിച്ചു, ബെറ്റിക്കോട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ ഇറങ്ങി വന്ന്, ഇല്ല ബെറ്റിക്കോട്ടില്ല. ഛേ, ഞാൻ അതല്ല പറഞ്ഞത്, നിങ്ങളുടെ മോള് ബെറ്റി ഇല്ലേ, ആ ബെറ്റിക്ക് ഓട്ടുണ്ടോ, 18 വയസ്സായതല്ലേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. നല്ല കേടി. ഇത് കേൾക്കുമ്പോ വിതിരേന്ന് ഇവന്റെ വോട്ട് വെട്ടി. കാരണം ഇന്ന ഒരു പാർട്ടിക്കും വേണ്ട, അങ്കച്ചൻ വോട്ടില്ല. ഇതോടെ അങ്ങ് താന്നു പോയെങ്കിൽ. ശരി, ഇനി അല്ല ആ കൗണ്ടറിനെ പറ്റി അപ്രീഷിയേറ്റ് ചെയ്യുന്ന കൗണ്ടറിനെ പറ്റി. നല്ല കൗണ്ടർ. ഞാൻ പറയാം. ഒരു ദോശ ഉണ്ടാക്കാണ് ഞാൻ വീട്ടിൽ വെച്ചിട്ട്. ദോശ ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോ ദോശ അങ്ങോട്ട് പറന്നുപോയി. എന്തായിരുന്നു പറന്നു പോകാൻ കാരണം? അല്ല, അത് പ്ലെയിൻ ദോശയായിരുന്നു, പ്ലെയിൻ ആയിട്ട് പറന്നുപോയി. അത് ഓട്ടിച്ച പൈലറ്റിന്റെ നമ്പർ നമ്മുടെ വീട്ടിൽ 2 ദോശ തണുത്ത് കിടക്കും, അവിടെ കിടപ്പണം, ഒന്ന് പറത്തി എവിടെയെങ്കിലും. എവിടെയും ദൈവം എനിക്കൊരു സഹായത്തിന് വരും. ഞാൻ ഭയങ്കര ജെന്റിൽമാൻ ആണ്. എന്റെ അടുത്ത് ഇപ്പോഴേക്ക് ചോദിക്കല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കാണോ കൗണ്ടർ നോക്കി എടുക്കുന്ന? ഹലോ, ശരിക്കും ലോറി പോയാലും ഇവര് പോവാനാ ലോറിക്ക്. വീട്ടിലെ പട്ടി മരിച്ചാണ്, കൗണ്ടർ അടിക്കാനുള്ള മാനസികാവസ്ഥ. അത് നിന്റെ കൗണ്ടറായിട്ട് പേ പിടിച്ചായിരിക്കും മരിച്ചു. ഞാൻ കാരണം ഒരു കൗണ്ടർ കിട്ടിയില്ല. അവനല്ലേ അടിച്ചേ? ഞാൻ കാരണം കിട്ടിയില്ല. പട്ടിയുടെ കൂടെ അങ്ങ് പോവാൻ നോക്കി. ശരി അസിസ്ക, അതിന് ഇത്രയും ഫോൺ ചെയ്യേണ്ട കാര്യമുണ്ടോ? നേരിട്ട് ചോദിച്ചങ്ങ് മാറ്റാ പോലെ. ഹലോ, കൗണ്ടറിന്റെ ഉസ്താദെ അടിക്കൂ. ഒരാൾ ആനപ്പുറത്ത് പോകുന്നു, അയാളുടെ നെറ്റിയിൽ കമ്പ് കൊണ്ടു. നെറ്റിക്ക് എന്ത് പറ്റി? ആനപ്പുറത്ത് വന്നപ്പം കമ്പ് കൊണ്ടതാ. കുനിഞ്ഞു വന്നുകൂടായിരുന്നോ? ഞാൻ കരുതി ആന കുനിഞ്ഞു വന്നു. ഇന്ന് ചാനലിൽ ചുമട്ടുകൂലി കൊടുത്ത്
ഊപ്പാട് വരും. എടാ, എടാ, ഞാൻ പറഞ്ഞു എടാ, ആദ്യം തങ്കച്ചാ, ലോറി പോയില്ലെങ്കിൽ ഒരു ആനയും കൂടെ ഒക്കെ ഇത് ഞാൻ മനോരമയിൽ വായിച്ച ഒരു ഫലിതമാണ്. ശരി, അപ്പൊ നിങ്ങൾക്ക് കൗണ്ടർ അടിക്കാനുള്ള ഒരു ചാൻസുമായിട്ട് ദാ അനു വന്നിരിക്കുകയാണ്. പറഞ്ഞു അനു. ഒരാള് 10ാമത്തെ നിലയിൽ നിന്ന് എണ്ണ തേച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് കാല് തെറ്റി തറയിൽ വീണു. തറയില്ല, അങ്ങ് മുട്ടി വീണു. അപ്പൊ അയാൾക്ക് ഒന്നും പറ്റിയില്ല. എന്തുകൊണ്ട്? എടാ, പത്താമത്തെ നില എന്ന് പറയുമ്പോൾ എന്തായാലും വലിയ ബിൽഡിംഗ് ആയിരിക്കും. അതിന്റെ മോട്ടീവ് വീണു. അതിന്റെ മോട്ടീവ് വീണു. അല്ല യഥാർത്ഥത്തിൽ വേറൊരു കേസുണ്ട്. ഇവൻ വീഴണം, ഒരു എണ്ണ തേക്കരുത്. ഈ 10ാമത്തെ നില അതിനാണ് ഇവൻ വീണില്ലെങ്കിലുള്ളത്. അത് പറ, കോമഡി പറ, കോമഡി പറ. അയാൾക്ക് ഒന്നും പറ്റിയില്ല. എന്തുകൊണ്ട്? നീ തന്നെ പറ എന്തുകൊണ്ടാ? ആർക്ക് അറിഞ്ഞൂടാ? ഇല്ല, ഇവനൊന്നും പറ്റിയില്ലെങ്കിൽ നമ്മളെ കൊല്ലും അവന. അവര് പാരച്യൂട്ടിന്റെ എണ്ണയാണ് തേച്ചത്. പാരച്യൂട്ടിലേക്ക് പറന്നുപോയി. എന്റെ പട്ടി രക്ഷപ്പെട്ടു. അല്ല ഡേയ്, നീ ചത്തുപോയി എന്ന് പറഞ്ഞ പട്ടിയില്ലേ, അത് നെൽസന്റെ 101 കൗണ്ടറിന്റെ ബുക്കും കടിച്ചോണ്ട് നിനക്ക് തരാതെ. ഓ, നമ്മൾ ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ എനിക്ക് ആനയുടെ മേളിൽ തലയിടിച്ച ആളിന്റെ അവസ്ഥ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടായിരുന്നു. അടുത്തത് അപ്പോ അയാള് വന്നിട്ട് കിടന്നുറങ്ങാൻ നേരത്ത് വാ തുറന്ന് വെച്ച് കിടന്നുറങ്ങാണ്. അപ്പൊ ഭാര്യ വന്നിട്ട് വഴക്കുണ്ടാക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനല്ലാതെ വേറെ എന്തിനു കൊള്ളാന്ന് ചോദിച്ചു വഴക്കുണ്ടാക്കുകയാണ്. അപ്പോ അയാള് പറയാണ്, ഉറങ്ങുന്ന നേരത്തെങ്കിലും ഞാനിന്ന് വാ തുറന്നിട്ട് ഓടിയെന്ന്. തിരിച്ചു കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ അതിന് കൗണ്ടർ. നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, ഈ കൗണ്ടർ ആയിരിക്കും പ്രൊമോ കിട്ടണം നിങ്ങൾ. അല്ല, അത് അത്യാവശ്യം നല്ല കൗണ്ടർ ആണത്. അതെ അതെ അതെ. ഇപ്പൊ എന്താന്നറിയോ, ഇപ്പൊ ഈ ശശാങ്ക ഇപ്പൊ അത് കൊള്ളാന്ന് പറഞ്ഞറിയോ, ശശാങ്കന്റെ ആനക്ക് സുഖമായിരുന്നു. ഒരു മിനിറ്റ്, ആർട്ടിൽ ആരെങ്കിലും ഉണ്ടോ അവിടെ? എന്താ? ആനക്ക് ഇത്തിരി ഓല വെട്ടിയിട്ട്. അടുത്തത് ഡയന. ബാർബർ ഷോപ്പ് ഫലിതമാണ്. പതിവ് പോലെ ഒരാൾ ഒരു ബാർബർ ഷോപ്പിൽ മുടി വെട്ടാനായിട്ട് കയറി ചെന്നു. അപ്പോൾ ബാർബർ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നമുക്കിവിടെ മഷ്റൂം ഉണ്ട്, മഷ്റൂം കട്ട് ഉണ്ട്, മിലിറ്ററി ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞു, നിങ്ങൾ എന്ത് വേണമെങ്കിലും വെട്ടിക്കോ, പക്ഷെ എൻ്റെ ഭാര്യ അവക്ക് എൻ്റെ തലയിൽ കുത്തിപ്പിടിക്കാൻ പറ്റരുത്, നമ്മുടെ അസിസിക്കാനെ പോലെ. അല്ല, ഞാൻ ചോദിച്ചത് ഈ ബാർബർ ഷോപ്പ് നമ്മൾ അടയ്ക്കണോ അതോ നീ തന്നെ പോയി അടയ്ക്കോ? അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഹർത്താൽ. അല്ല, എനിക്കതൊന്നല്ല ചോദിക്കാനുള്ളത്, ഈ അസീസിന് ഇന്ന് എന്ത് പറ്റി? ശരി, അടുത്തത് സാധികച്ചി. അത് സെൻട്രൽ ജയിലിൽ ഒരു പ്രമുഖ കുറ്റവാളി ഉണ്ടായിരുന്നു. പേര് കുട്ടപ്പൻ. ഒരു കുറ്റവാളി സെൻട്രൽ ജയിലിലാണ് ഉള്ളത്. അല്ല, പിന്നെ സെൻട്രൽ ജയിലിൽ പിന്നെ അയാളുടെ പേര് എഞ്ചിനീയറെ പിടിച്ചിടുമല്ലോ. ആ കുട്ടി പറയട്ടെ പ്ലീസ്. ഞാൻ പോട്ടോ. ആളുടെ പേര് കുട്ടപ്പൻ എന്നാട്ടോ. അപ്പൊ അടുത്ത ദിവസം ആളെ ഹാജരാക്കണം നമ്മുടെ കോടതിയില്. പക്ഷെ ഹാജരാക്കേണ്ട അന്ന് അയാൾ അവിടെ കാണാനില്ല. അയാൾ മിസ്സിംഗ് ആണ്, ജയിലിൽ ചാടിയിട്ടുണ്ട്. പക്ഷെ ലോകം മൊത്തം തെരഞ്ഞിട്ടും അയാൾ കിട്ടിയിട്ടില്ല. പക്ഷെ പോലീസുകാര് കറക്റ്റ് സമയത്ത് അയാളെ അവിടെ കോടതിയിൽ ഹാജരാക്കി. എങ്ങനെയാ? ചോദ്യം ചോദിക്കാൻ ഒന്നുകൂടെ ചോദിക്കും, ഒന്നും ക്ലിയർ ആണ്. ഗൂഗിൾ ചെയ്ത് നോക്കണവരുള്ളവിടെ. സിമ്പിൾ ആയിട്ട് പറഞ്ഞ കുട്ടപ്പനെ കാണാനില്ലേ, കോടതിയിൽ ഹാജരാക്കണം. പക്ഷെ കറക്റ്റ് സമയത്ത് കുട്ടപ്പൻ കോടതിയിൽ ഹാജരായി. കുട്ടപ്പൻ യൂബർ വിളിച്ചങ്ങ് പോയെന്ന് തോന്നുന്നു. ഇവരെ ഒന്നും കാണാൻ നോക്കാതെ. അല്ല, പോലീസുകാരെ ഹാജരാക്കിയത്. എങ്ങനെ? കുട്ടപ്പന്റെ കൂടെ സെല്ലിൽ കിടന്നിട്ടുള്ള ഷാജിനെ പിടിച്ച് കുളിച്ച് കുട്ടപ്പനാക്കിട്ട് ഹാജരാക്കി. ഭീകരം, കൊടും ഭീകരം. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സാധിക, കുളിച്ച കുട്ടപ്പനാവോ? അങ്ങനെയാണെങ്കിൽ തങ്കച്ചനൊക്കെ എന്തേ കുട്ടപ്പൻ? കൗണ്ടർ അടിക്കണം, അവിടെ ആണെങ്കിൽ അടി എനിക്കാതെ. അല്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. എനിക്ക് പട്ടിയും ആനയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. മണിയുടെ ജംഗ്ഷനിലും കൂടെ പട്ടി ഓടിയാ? അല്ല, ആ ബാർബർ ഷോപ്പിൽ പോയില്ലേ, അയാള് പാരച്ചൂട്ടിന്റെ എണ്ണയെന്ന് വെച്ചോണ്ട്. എന്നാലും നീ ആ കൗണ്ടറിന് വേണ്ടി അസീസെ നീ അഭിനയിച്ചല്ലടാ. ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് ഒരുപാട് വെയിറ്റ് ചെയ്ത്. ശരി, ഇനി ലാസ്റ്റ് വൺ. ഇത്ര നേരം എല്ലാവർക്കും ഇട്ട് തലങ്ങിനെയും വിലങ്ങിനെയും കൊടുത്ത ആൾക്ക് എന്താ പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് ചോദിക്കണ്ടേ? എന്റെ കയ്യിൽ ഒറ്റ കൗണ്ടറേ ഉള്ളൂ, അതാ ലോറിയിൽ ഞാൻ കൊടുത്തു വിടാം. എൻകൗണ്ടർ. അല്ല, ഇത്രയും പേര് അപ്പൊ ആ ലോറിയിലെ ആ എൻകൗണ്ടറൂടെ ലോറി കയറ്റുമ്പോ ആന എടുക്കല്ലേ എന്ന് പറയണേ. ലോറി വിടലും ഒരെണ്ണം കൂടെ കയറ്റി കൊണ്ട് പോകാനുണ്ട്. വേഗം. ഹലോ, ഇപ്പൊ പറഞ്ഞല്ലേ ഞാൻ. അത് പറ്റില്ല. അന്ന് എത്ര അവിടെ കിട്ടിയതാ. ഒന്നുമായിട്ട് കൗണ്ടറല്ല, സ്പോട്ടല്ല. എനിക്ക് നിനക്ക് പറഞ്ഞു തരാൻ കൗണ്ടർ ഉണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞില്ല. നീ നിന്ന് ഊരുവണം ഇവിടെ. മെഴുകുതിരി പോലെ ഇന്ന് ഊരി. പൂച്ചേ ചത്ത. അയ്യോ, എപ്പോ
തന്നെ ആ ശരി 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 നമ്മളെ വീട്ടിലെ പൂച്ച ആലിപ്പഴം തിന്ന് ചത്ത് അതിനിപ്പൊ ഈ ആലിപ്പഴം എവിടെ നിന്ന് കിട്ടിയത്? അപ്പൊ ഇതെല്ലാം ഒരു ലോഡ് കൗണ്ടേഴ്സ് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഇവിടെ ഇറക്കിയിരിക്കുകയാണ്. ആൻഡ് യു ആർ വാച്ചിങ് സ്റ്റാർ മാജിക്. ഇനി കളർ മാറിയാണ് മോനെ. ആക്രിക്കടക്കാരൻ വലുതാണോ? അല്ല ചാക്കിൽ കുറെ സാധനങ്ങളായിട്ട് വന്നിരിക്കണം. ഈ ആക്രി പറക്കുന്നവർക്ക് ഇത്ര സ്റ്റാൻഡേർഡ് ആണോ നോബി? അങ്ങനെ പറയല്ലേ, കാലഘട്ടത്താണ് ഇപ്പൊ സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരാണ് ആക്രി പറക്കണം. അല്ല ഇവിടുന്നെങ്കിലും ചിലപ്പോ സ്റ്റെതസ്കോപ്പ് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങനെ ഡ്രസ് പഴയ എന്നെ മനസ്സിലായില്ലേ? ഞാൻ ദന്തപാണി, ദന്ത ഡോക്ടറാണ് ഞാൻ. ദന്ത ഡോക്ടർ ഇവിടെ വരേണ്ട ഒരു കാര്യമില്ല. ആർക്കും ഒരു കുഴപ്പമില്ല. എന്താ കുഴപ്പം? ഡോക്ടർ പ്ലീസ്, ദന്ത ഡോക്ടർ പോകും. ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. ഇവിടെ ആർക്കും ഒന്നുമില്ല. ഡോക്ടർ ഇവിടെ എന്താ എനിക്കൊരു കുഴപ്പമില്ലല്ലോ. ദന്ത ഡോക്ടർ എന്തിനാണ് ഞങ്ങൾ അങ്ങോട്ട് വന്നത്? ഇവിടെ ആർക്കും ഒരു ഞാൻ നിങ്ങളെ കുറിച്ച് ഇതിനെ കുറിച്ച് ഒരു പഠനം നടത്താൻ ദന്ത ഡോക്ടർ വന്നപ്പോ ഞാൻ വിചാരിച്ച നിന്നെ തട്ടിക്കൊണ്ടു വന്നേ. ദന്തപാണി എന്നാണ് എന്റെ പേര്. ദന്തപാണി. എടാ ടോണി, നിനക്ക് എന്നെ അറിയാം. എന്നിട്ട് പോയി പാത്തിരിക്കാം. ടോണി, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ടോണി. പിന്നെ തങ്കച്ചനാണ് നമ്മളെ തങ്കു. തങ്കച്ചൻ വിതുര. അയ്യോ, ഇവന്റെ ഓമന പേര് ടോണി എന്നാണ്. അല്ല തങ്കൂന്നാ. ഇപ്പൊ വലിയ തങ്കുവായി, പൊന്നുമായി, സ്വർഗമായി. അതൊക്കെ എന്റെ പേര് ദന്തപാണി എന്നായിരുന്നു. ദന്തപാണി. എന്നെ സ്കൂളിൽ ചേർക്കാൻ സമയത്ത് എന്റെ അച്ഛൻ ഇച്ചിരി വിവരക്കുറവുണ്ട്. അച്ഛൻ അവിടെ ചെന്നിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചു. അച്ഛൻ പറഞ്ഞു ദന്തപാണി എന്ന് എഴുതി വെച്ചു. ദന്തപാണി എന്നുള്ള പേര് പോയി. അപ്പൊ ആ പേരിനോടനുസരിച്ചുള്ള ഒരു ജോലി വേണ്ടെന്ന് എഴുതിയിട്ടാണ് ഞാൻ ദന്ത ഡോക്ടറായത്. നീതി പുലർത്താനായി. അവളെ എന്താ പറ്റി? മാനസിക ബുദ്ധിമുട്ട്? ഒന്നുമില്ല, ചിരിക്കൂ. എനിക്ക് നിങ്ങളുടെ ചിരി കാണണം, സ്മാർട്ടായിട്ടിരിക്കണം. നിങ്ങളുടെ പല്ലുകൾ കാണണം. നിങ്ങളുടെ പല്ലുകൾ കാണുമ്പോൾ എത്ര ആൾക്കാരുടെ മനസ്സിൽ ചിരിയാണ് വരുക. അടുക്കും ചിട്ടയുള്ള തുറക്കൂ, പിരിയട്ടെ. മഞ്ഞപ്പല്ല് കണ്ടോ? ഒരു കുഴപ്പമില്ല. നിനക്ക് പല്ലിന്റെ ആവശ്യമേ ഇല്ല. കാരണം എന്താ വെച്ചാൽ നിന്റെ മീഴ്ച മൊത്തം താഴോട്ട് അങ്ങ് നിന്നിട്ട് നിൽക്കുക. അപ്പൊ നമ്മൾ ഈ വായിലെ പല്ല് പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നാക്ക് ശ്രദ്ധിച്ചാൽ മതി. നാക്ക? നാക്ക് നല്ലതാണ്, പല്ല് പോകൂടാ. അങ്ങനെയല്ലേ? വാ വിളിച്ചേ. 3 പല്ല് മിസ്സിംഗ് ആണ്. നാക്കാണ് ഇതിന്റെ മെയിൻ പ്രശ്നം. നാക്ക് പ്രശ്നം. ഭാര്യ, ഒന്ന് അമ്മായിയപ്പൻ, പിന്നെ നാട്ടുകാര്. ഇതിനകത്ത് വിഷയം വെച്ചാൽ ഈ നാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 പല്ലിന്റെ ഇടയിലും കിടക്കുന്ന ഒരു നിഷ്കളങ്കമായ സാധനം. ഈ പല്ലും നാക്കുമായിട്ടൊരു അമേധ്യമായിട്ടുള്ള ബന്ധം. പല്ലും നാക്കും അയൽക്കാരാണ്, എപ്പോഴും കൂടെയുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ഇവർ ശത്രുക്കളാവും. അതെങ്ങനെ? എടാ, നിന്റെയൊക്കെ ചീഞ്ഞ കോമഡി കേൾക്കുമ്പോ ഒരു കാര്യമാണ്. അവിടെ അങ്ങ് ശത്രുക്കളായി കൂട്ടിക്കടിച്ച് കൈ വിട്ടു. അല്ല ഡോക്ടറെ, പല്ല് എങ്ങനെയാണ് കെട്ടുന്നത്? നല്ലൊരു ചോദ്യമാണ് കേട്ടോ. അന്ന് ഇവൻ ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കും. നിന്റെ ഈ ഫ്രണ്ടിലത്തെ മെയിൻ ആയിട്ട് നിൽക്കുന്ന പല്ലുണ്ടല്ലോ, അതങ്ങ് പറിച്ചങ്ങ് എടുക്കും. എന്നിട്ട് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയുടെ കുട്ടിയുടെ തന്നെ പല്ലെടുക്കും. ആ പെൺകുട്ടിയുടെ പല്ലും കൂടെ ഇങ്ങ് പറിച്ചെടുക്കും. എന്നിട്ട് ഇത് രണ്ടും കൂടെ അങ്ങോട്ട് പരസ്പരം നോക്കും. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പരസ്പരം നോക്കും. ഇവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു 10 ലക്ഷം രൂപയും ഒരു ഹോണ്ടാസ കാറും കൂടെ വെച്ച് ആ പല്ലിനെ കൊണ്ട് ഈ പല്ല് കെട്ടിക്കും. എടാ പൊട്ടാ, ഏത് വിവരക്കെട്ടവനും അറിയാം പല്ല് കമ്പിയിട്ടാണ് കെട്ടുന്നത്. എന്തോ? അതായത് നമ്മുടെ ഈ പല്ല് കെട്ടുന്നത് വാർക്കക്കമ്പി ഉപയോഗിച്ചാണ് കെട്ടുന്നത്. നിന്റെ പല്ല് കെട്ടാനുള്ള കമ്പി പാമ്പം പാലം വെച്ച് കെട്ടിയിരിക്കുകയാണ്. ആ പാലം എപ്പോ പൊളിയുന്നു അന്ന് വന്ന് നിന്റെ പല്ല് ഞാൻ കെട്ടിത്തരാം. ഡോക്ടർ, ഒരു ഡൗട്ട് ഉണ്ട്. അതായത് നമ്മുടെ ഈ ചില പല്ലുകൾ തള്ളിയിരിക്കും, ചില പല്ലുകൾ അകത്തോട്ടിരിക്കും. എന്താണ് കാരണം? കോന്തമ്പല്ല്. അതെന്താണ് കാരണം? അത് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് മുന്നോട്ട് വരണം എന്ന് പറഞ്ഞ ആക്രാന്തം കാണിക്കുന്ന ചില പല്ലുകളാണ് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ ഈ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്നതാണ്. അപ്പൊ ഏതെങ്കിലും ഒരു അഹങ്കാരിയുടെ അടി കിട്ടി കഴിയുമ്പോ ഈ പല്ല് ഒതുങ്ങി അങ്ങ് പോകും. അഹങ്കാരം അങ്ങ് മാറിക്കോളൂ. ഡോക്ടർ, ഈ പല്ലിന്റെ പോട് അടയ്ക്കാൻ പറ്റുമോ?
ആ പല്ലിന്റെ പോട് അടയ്ക്കുന്നത് ഈയം കൊണ്ടാണ്. EM ആകാശവാണിയാണ്. ഈയം ആകാശവാണിയല്ല, ഈയം എന്ന് പറഞ്ഞ ഒരു ദ്രാവകമാണ്. അങ്ങനെ ഡോക്ടർ, അപ്പൊ എന്റെ പല്ല് അടയ്ക്കാൻ പറ്റുമോ? പോടടയ്ക്കാൻ ഇത് പറ്റും. പിടിച്ച് നോബി ഡോക്ടറായി. പൊളിക്കടാ അങ്ങോട്ട്. അയ്യോ പൊന്നു തമ്പുരാനെ, 13 പല്ലാണ് കേട്. 3 സിംഹം. നിന്റെ പല്ല് അടയ്ക്കണമെങ്കിൽ 2 ചട്ടി സിമന്റ്, 2 ചട്ടി മിറ്റില് ഷവളിട്ട് കുത്തി 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 നിറച്ചാലേ അടയ്ക്കാൻ പറ്റുള്ളൂ. 13 പല്ലടക്കണം എന്ന് പറഞ്ഞല്ലോ, മൊത്തം എത്ര പല്ല് ഉണ്ട് അവിടെ? തന്നെ ഉറങ്ങി പോയതല്ലോ. ഇത് വെപ്പല്ലായിരുന്നു. ഇത് പിന്നെ പല്ലിന്റെ പോടല്ല, ആ. ഇത് ഞങ്ങളുടെ പുഴുവിന്റെ മ്യൂസിയമാണ്. അല്ല, വലിക്കുന്ന കാലം തൊട്ടേ ഈ പണിയുള്ളതാണ്. ഉള്ള മിഠായി ഐസ്ക്രീം എല്ലാം ചോക്ലേറ്റിന്റെ ആളാണ് അല്ലേ? എന്നൊക്കെ എന്തോരം പറ്റിച്ച് ചോക്ലേറ്റ് അടിച്ചു. ഡോക്ടറെ ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ പല്ലെടുക്കുമ്പോ ബോധം പോവോ ഡോക്ടറെ? പിന്നെ 2 അടിച്ച് ബോധം പോയ ശേഷമാണ് ഞാൻ പല്ലെടുക്കുന്നത്. എനിക്ക് ഈ കരച്ചിലും പിടിച്ചിലും കാണാൻ എനിക്ക് പറ്റിയല്ല, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എനിക്ക് 2 പല്ല് പറിക്കേണ്ട ആവശ്യമുണ്ട്. അതിപ്പോ പറിക്കണ്ട, ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ ഈ ചെറിയൊരു ക്ലാസ്സും കൂടെ കൊടുക്കാൻ. അതായത് എന്റെ ഈ പല്ല് എന്റെ ദന്തപാണി ദന്ത ക്ലിനിക്കിന് വെച്ച് നിങ്ങൾ ഒരു ആഡ് ചെയ്തു തരണം, ഒരു പരസ്യം. നിങ്ങൾ ഒന്ന് കൂടെ സഹകരിക്കുവാണ്. പരസ്യത്തിൽ അഭിനയിക്കണം. ഇഷ്ടം ഞാന് നമ്മളടുത്തേക്ക് ഇങ്ങോട്ട് വന്നിരിക്കുകയാണല്ലേ, നമുക്കുള്ള അവസരം. അതെ അതെ, ഈ ഒരു പല്ലിന്റെ സൗന്ദര്യം വെച്ച് ഒരു ഉത്തമ പുരുഷൻ എന്നുള്ള രീതി എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തെയാണ്. ഇദ്ദേഹത്തിന് ഒരു കാമുകിയുണ്ട് ഇവിടെ. വാട്ടെ ഫണ്ടാസ്റ്റിക് റോണോ പോയി. ഇത് കാമുകനും കാമുകിയാണ്. നിങ്ങൾ പാർക്കിൽ നിൽക്കുകയാണ്. ഡയലോഗ് നിങ്ങൾ ഉണ്ടാക്കി പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ, അതായത് പല്ലിനെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ തോന്നുന്ന ഒരു ആശയം വെച്ച് അങ്ങ് ചെയ്താൽ. ഇനി ഇദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്. എന്റെ ഭാര്യ? ഭാര്യ പിന്നെ നല്ല മിടിക്കല്ലേ ഭാര്യ, ചാടി ചാടി നിൽക്കും. ഇരുന്നോട്ടെ, ഡയലോഗ്സ് ഉണ്ട്. ഓക്കെ റെഡി. അപ്പൊ മോളിപ്പോ വരണ്ട, ഇങ്ങോട്ട് മാറി. ഇവര് ഒരു പാർക്കിലുള്ളത്, പാർക്കിലാണ്. ഞാൻ ആക്ഷൻ പറയണോ അതോ കട്ട് പറയണോ? കട്ട് പറഞ്ഞ കഴിഞ്ഞിട്ട് പറയാം. കഴിയുമ്പോഴാണ് കട്ട് പറയണ്ടേ. ആക്ഷൻ. ലൂസി, എന്തോ നിന്റെ ചിരി കാണാൻ എന്ത് സൗന്ദര്യം. ഒന്ന് ചിരിച്ചേ. മനുഷ്യ, നിങ്ങൾ എന്നെ വഞ്ചിക്കായിരുന്നല്ലേ? നീ എന്നെ ഒന്ന് മനസ്സിലാക്കൂ. എന്ത് മനസ്സിലാക്കാൻ? ചേച്ചി, എന്നെയും കൂടി ഒന്ന് മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണം? എനിക്ക് ഭർത്താവില്ല. എന്തുകൊണ്ട്? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. നീയും എന്നെ മനസ്സിലാക്കണം. നിനക്ക് കൊറോണ വന്ന് എന്തെങ്കിലും പറ്റിയാൽ എനിക്കൊരു സൈഡായിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി. കണ്ടില്ലേ, എന്നെ ഇടത് സൈഡ് അടിച്ചപ്പോൾ എന്റെ വലത് സൈഡിലെ പല്ലാണ് പോയത്. കാരണം എന്താണ്? എന്റെ ഇടത് സൈഡിലെ പല്ല് ഫിറ്റ് ചെയ്തത് ദന്തപാണി ദന്ത ക്ലിനിക്. ദന്തമില്ലാതെന്തു ബന്ധം, പല്ലിന്റെ ആരോഗ്യം ദന്തപാണി ദന്ത ക്ലിനിക്. ദന്തപാനി ദന്ത ക്ലിനിക്, കോട്ടപ്പുറം പാലത്തിന് അടിവശം, ആസ്പെറ്റോസ് കൊണ്ട് മറച്ചത്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പല്ലു പറിക്കുമ്പോൾ അലമുറയിട്ട് കരയുന്ന കരച്ചിൽ ഒരു കുഞ്ഞും കേൾക്കാത്ത രീതിയിൽ സജ്ജീകരിച്ച റൂമുകളാണ് ദന്തപാനി ദന്ത ക്ലിനിക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദന്തപാനി ദന്ത ക്ലിനിക്. ഞാൻ പറഞ്ഞല്ലേ ഏറ്റവും അടിപൊളിയായത്? അല്ല, ഞങ്ങൾ പറഞ്ഞ കൊള്ളാം. നിങ്ങൾ പറഞ്ഞ ഏറ്റവും നല്ലത്. അപ്പൊ ഞങ്ങൾ തന്നെയാണല്ലോ. നിങ്ങൾ ഉഗ്രനായിട്ട് അഡ്വാൻസ് തരുമല്ലോ. അഡ്വാൻസ് തരും. ഇത് നമ്മൾ ഇത് ടെലികാസ്റ്റ് ചെയ്യും. ലോകം മൊത്തം ഇത് മൊത്തം വിളമ്പുവാണ്. വിളമ്പി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഫ്രണ്ടിലത്തെ പല്ല് ഞാൻ മാറ്റി തരാം കേട്ടോ. ഡോക്ടറെ, എന്തോ അല്ല, എനിക്ക് ഡോക്ടറെ കാണണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ടോണി, നീ ഇങ്ങോട്ട് വേണം. അതെ, എനിക്കും എന്റെ പല്ലൊന്നും എടുക്കണം ഡോക്ടറെ. പല്ല് ഇപ്പൊ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സാഹചര്യത്തിന് ചേർന്നതല്ല. എന്നിരുന്നാലും ടോണിയോടുള്ള സ്നേഹം വെച്ച് ഞാൻ എടുക്കാം. ഇപ്പൊ ഇദ്ദേഹത്തിന് പല്ല് പറിക്കണം, എൻ്റെ കൂടെ പഠിച്ചവനാണ്. അവന്റെ പല്ല് പറിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു കൊടുത്തില്ല, പിന്നെ ദൈവത്തിന് നിരക്കാത്തതായി പോകും. ഇതിങ്ങനെ കഴുത്തേൽ ഇങ്ങനെ പിടിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ സാമൂഹിക അകലം പാലിക്കണം. പിന്നെ റീസെറ്റ് ചെയ്യാനുള്ള പ്ലാനാണെന്ന്. പുല്ല് പറിക്കാനല്ല, പല്ല് പറിക്കാനാണ്. ഇവന്റെ പല്ല് പറിച്ചു കൊടുത്തില്ലെങ്കിൽ ഇവൻ നാളെ ഭയങ്കര ഇവന്റെ കവിള് മൊത്തം പഴുത്ത വെണ്ണീറായി പോകും. ടോണി, ടോണി എന്താണ് ഡോക്ടറെ പല്ല് പറിക്കാനാ? അല്ല, എന്റെ കഴുത്തിലിട്ട് പല്ല് പറിക്കാൻ ഇവനെ ഞാൻ കൊന്നാലും ശരി, ഇവന്റെ പല്ല് പറിച്ചിട്ട് ഞാൻ കീഴടങ്ങത്തുള്ളൂ. ഇത് എന്റെ ലക്ഷ്യമാണ്. പല്ല് പറിക്കട്ടെ. ഇങ്ങനെ ആ പല്ലല്ലേ
കാണിക്കുന്നേ? ഹലോ ഈ പല്ല് മൊത്തം ഏ, വിട്ടേ മാറി അങ്ങോട്ട്. ചുമ്മാ അവനെ കൊല്ലാനായിട്ട് വരും. ഈ നീ മാറി. കാര്യം വെച്ച് ചുമ്മാ എന്നെ പല്ല് ഞാൻ ഇയാളെ പിടിച്ച് മാറ്റി, ഇയാളെ എന്റെ പല്ല് എന്റെ ലക്ഷ്യമാണ്. നമ്മളെ ചങ്കച്ചിനെ കൊല്ലുക. തൊട്ട് പോരെ. ഇതിന്റെ ഷേപ്പ് മാറ്റി കേട്ടോ. നീ എന്നോട് ചോദിച്ചിട്ട് നിന്റെ അനുവാദം മേടിച്ചിട്ടല്ലടാ ഞാൻ ഈ പല്ല് പറിക്കാൻ വന്നത്. ഈശ്വരോ, ഇത് ആണോ ടോണി? എന്താണ്? നിങ്ങൾക്ക് ആർക്ക് എന്നെ തല്ലണോ? അടിക്കണോടാ നീ. അടിക്കണോ? അടിച്ചിട്ട് പല്ല് പിടിക്കാൻ. നിങ്ങൾ അടിച്ചോ, പക്ഷെ ഒരു കാര്യമുണ്ട്. ആ. സാമൂഹിക അകലം പാലിച്ച് വേണം എന്നെ അടിക്കാൻ. ആ. സാമൂഹിക അകലം പാലിച്ചിട്ട് വേണം എന്നെ തൊടാൻ. ആ തൊടും. മനസ്സിലായോ? ആ. തൊടറാ. തൊടേ. ഒരു 2 കൈപ്പങ്ങ് മാറി നിന്നിട്ട് വേണം എന്നെ തൊടാൻ. സാമൂഹിക അകലം പാലിച്ച് വേണ്ട എന്നെ തല്ലാനായിട്ട്. ആ പുള്ളിക്ക് അറിയാം കേട്ടോ, സാമൂഹിക അകലം പാലിച്ച് കഴിഞ്ഞാൽ അടി കിട്ടത്തില്ലെന്ന്. സാറിന് സാമൂഹിക അകലം പാലിച്ച് അടിച്ചാൽ മതിയല്ലോ. അത് മതി. സന്തോഷമാണല്ലോ. അതെ. സാർ ഉദ്ദേശിച്ചതിനേക്കാൾ കുറച്ചുകൂടെ ദൂരം മാറി നിന്ന് സാമൂഹിക അകലം പാലിച്ചടിക്കാം. സാർ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ആയിക്കോട്ടെ. അല്ല അത് ന്യായമല്ലേ മോളെ? അപ്പോഴും നമ്മൾ മനസ്സിലാക്കി സാമൂഹിക അകലം കൊറോണയാണ്. ഇത്രയും മതിയോ സാമൂഹിക അകലം? ഇത്രയും സാമൂഹിക അകലം മതിയോ? അടിച്ചതിന്റെ പല്ല് പിടിക്കട്ടോ. എടാ എന്റെ പല്ല് പറിക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. എന്റെ ഈ പല്ല് വെപ്പുമല്ല. എന്നിട്ടാണോ നീ ഈ പല്ല് അടിച്ച് പറിക്കാൻ നോക്കിയത്? വെപ്പുമല്ല. പിന്നെ അടിച്ച് കൊന്നിട്ടുള്ളൂ. പൊയ്ക്കോണം. ഓക്കേ, സൂപ്പർ ജോബി ചേട്ടാ, അടിച്ച് പൊളിച്ചു. വെൽക്കം. പല്ല് പറിക്കാൻ എല്ലാരും കൂടെ വന്നപ്പോ അങ്ങനെ ഓടിക്കഴിഞ്ഞ എങ്ങനെ ശരിയാവുക? ശരിക്കും പല്ല് പറിച്ചിട്ടുണ്ടോ? എന്റെ പല്ല് ഞാൻ ചെറുപ്പത്തിൽ പറിച്ചിട്ടുണ്ട്. അപ്പൊ ചെറുപ്പം പോലെ പ്രോഗ്രാം തുടങ്ങിയല്ലേ? ചെറുപ്പം തൊട്ടേ. കാരണം ഈ പണ്ട് കാലത്തെ പല്ല് പറിക്കുമ്പോ പല്ല് പറിച്ചിട്ട് നമ്മള് അല്ലെങ്കിൽ ഒഴുക്കുള്ള വെള്ളത്തിലിടണമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഏതായാലും നമ്മുടെ 12K വിഷ്വൽ മാപ്പിംഗ് ടെക്നോളജിയുടെ ഈ ഫ്ലോറിൽ വീണ്ടും നമ്മുടെ ഫാമിലിയിലേക്ക് ജോബി ചേട്ടൻ എത്തിയിരിക്കുകയാണ്. വെൽക്കം ജോബി. അപ്പൊ ഇതിലും ഇന്നത്തെ ഹാഫ് ആൻ അവർ അതായത് 30 മിനിറ്റ്സ് തീർമാനം. ഇനിയപ്പോ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. So now we are saying bye-bye from Star Magic powered by Eastern, Kerala Matrimony and Pitapalli Agencies. Good night.